നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകൾ 20-ാം മണിക്കൂർ. കണ്ണൂരിനെ നടുക്കിയാണ് ഇന്ന് ആ വാർത്ത എല്ലാവരും കേട്ടത്. സ്വന്തം അമ്മയെ കഴുത്തറുത്തു കൊന്ന യുവാവ്, അതും ലഹരിക്കടിമയായി. അച്ഛനെ കൊല്ലുമെന്നായിരുന്നു അവന്റെ കൊലവിളി. തന്നെ ഇങ്ങനെയാക്കി തീർത്തത് ആ വീട്ടുകാരാണെന്നും അവൻ പറയുന്നു. എന്താണ് നമ്മുടെ യുവത്വത്തിന് സംഭവിച്ചത്? വിശദമായി നോക്കാം. സ്വാഗതം 20th അവറിലേക്ക് ഒരു ക്ലിപ്പ്. അമ്മയെ കഴുത്തറുത്തു കൊന്ന യുവാവ്, മകൻ ലഹരിക്കടിമയെന്ന പോലീസ്, അച്ഛനെയും കൊല്ലുമെന്ന് ഭീഷണി. കണ്ണൂർ താന്നിക്കുന്നിലെ മടത്തിപ്പറമ്പിൽ തങ്കച്ചന്റെ ഭാര്യ ഗീതമ്മ എന്ന 50 വയസ്സുകാരിയാണ് മകൻ ക്രിസ്റ്റി എന്ന 25-കാരന്റെ ക്രൂരതയിൽ ജീവൻ നഷ്ടമായത്. രാത്രി 10 കൂടിയാണ് ഈ കൊലപാതകം നടന്നത്. പൊതുരംഗത്ത് സജീവമായിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഗീതമ്മ. മഹിളാ മോർച്ചയുടെ പ്രാദേശിക നേതാവാണ്. മാത്രമല്ല 2 ബ്യൂട്ടി പാർലറുകളുണ്ട് അവർക്ക്. ഈ മകൻ ക്രിസ്റ്റി കേരളത്തെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു സ്വമേധയാ. വീട്ടിൽ ഈ അമ്മയും മകനും തമ്മിലൊക്കെ തർക്കം അത് പതിവായി വഴക്കുണ്ടാക്കാറുണ്ട് എന്നാണ് പരിസരവാസികൾ പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയിലും വീട്ടിൽ നിന്ന് പതിവ് പോലെ ഈ ബഹളവും ശബ്ദവും ഒക്കെ കേട്ടു. സ്ഥിരമായി ഉണ്ടാകുന്നതിനാൽ അയൽവാസികൾ ആരും തന്നെ ഇത്ര കാര്യമായി എടുത്തതുമില്ല. ഏറെ നേരത്തെ ബഹളത്തിനൊടുവിലാണ് ക്രിസ്റ്റി വീട്ടിനകത്തുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് ഗീതമ്മയുടെ കഴുത്തിൽ ആഴത്തിൽ കുത്തിക്കൊലപ്പെടുത്തിയത്. വാക്കുതർക്കത്തിനൊടുവിൽ കിടപ്പുമുറിയിൽ ഗീതമ്മ കൊല്ലപ്പെട്ടു. ഗീതമ്മയുടെ സഹോദരങ്ങളാണ് ഈ കൊലപാതകത്തിന്റെ വിവരം ആദ്യം നാട്ടുകാരെ അറിയിക്കുന്നത്. സമീപവാസികളായിട്ടുള്ള 2 ചെറുപ്പക്കാർ, ഒന്ന് നിബു, ഒന്ന് ദിലീപ്. ഇവരാണ് പ്രതിയെ സമാധാനിപ്പിച്ച് ഒരു തരത്തിൽ വഴക്കി പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നത്. അച്ഛനെയും കൊല്ലുമെന്ന വാശിയിലായിരുന്നു ക്രിസ്റ്റി അപ്പോഴെന്നാണ് അവർ പറയുന്നത്. ഞാനിവിടെ ഒരു 9 മണി കഴിഞ്ഞപ്പോ വീട്ടിലെത്തുന്നത്. വർക്ക് കഴിഞ്ഞ് ഞാൻ കണ്ണൂർ വർക്ക് ചെയ്യുന്നത്. 9 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയത്. അപ്പോൾ ഫുഡും കഴിഞ്ഞിട്ട് ഞാൻ കിടന്നു. ഇപ്പൊ കൊച്ചു നേരത്തെ കിടന്നുറങ്ങിയായിരുന്നു. കൊച്ചിൻ്റെ കൂടെ ഞാനും കിടന്നു. അപ്പൊ ഇവള് അടുക്കളയിൽ വർക്ക് ചെയ്യുക. അപ്പൊ ഇവള് അവിടെ നിന്ന് ഒച്ചപ്പാട് കേട്ടിട്ട് എന്നെ വന്ന് വിളിച്ച്. ഞാൻ ഷർട്ട് ഇട്ട് നേരെ ഇവിടെ കൊല്ലുമ്പോൾ ഇവനും വേറെ എനിക്ക് പരിചയമില്ലാത്ത 2 പേരാ, അതായത് ചേച്ചിയുടെ ആളവരാ, ഇവിടെ ഉള്ളവരല്ല. അപ്പൊ അവരുമായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്നു. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് പോയി പുള്ളിയെ കഴുത്തിന് പിടിച്ചേക്കുക. ഞാൻ ആ കഴുത്തിൽ നിന്ന് പിടിച്ച് പുള്ളിയെ രക്ഷപ്പെടുത്തു. അപ്പൊ പുള്ളി പുറത്തിറക്കിയിട്ട് പറഞ്ഞു എന്നെ പെങ്ങളെ കൊന്നറാന്ന്. അപ്പൊ പുള്ളി എന്നിട്ട് ചോരയൊക്കെ ആണെന്ന് പറഞ്ഞു മുറ്റത്ത് എന്തൊക്കെയോ കാണിച്ചു. പക്ഷെ അത് ചോരയൊന്നും ഇല്ലായിരുന്നു, എന്തോ വെള്ളം ഇങ്ങനെയായിട്ട്. അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ ചാടി അകത്ത് കയറി നോക്കിയപ്പോ പുള്ളിക്കാരി ഇങ്ങനെ വെട്ടിട്ട് ഇങ്ങനെ കിടക്കാം, ബ്ലഡ് പോയിട്ട് ഫുള്ള് ഇതായിട്ട്. അപ്പോഴും മരിച്ചു എന്നുള്ള ബോധമില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ദിലീപേട്ടൻ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട് ആൾക്കാര. അപ്പൊ ആ പുള്ളിനെ വിളിച്ചിട്ട് പുള്ളി വന്നിട്ട് പറഞ്ഞടാ പോയെന്നാ തോന്നുന്നേ, നമുക്ക് പോലീസിനെ വിളിക്കാന്ന്. കാരണം പുള്ളി പോലീസിനെ വിളിച്ചു. അപ്പോഴേക്ക് ഇവനാണെങ്കിൽ ഇവന്റെ അച്ഛനെയും കൊല്ലണമെന്ന് പറഞ്ഞ ഭയങ്കര പ്രശ്നം. അവിടെ ഇല്ല, അവിടെ ആ പാടെ ഒരു വല്യമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വല്യമ്മച്ചി ചേച്ചി ഇവരും മാത്രമേ ഉള്ളൂ. അവസാനം ഇവന്റെ അച്ഛനെയും കൊല്ലണം എന്ന് പറഞ്ഞ ഭയങ്കര പ്രശ്നം. വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല, അങ്ങനെ ഇങ്ങനെ ഭയങ്കര പ്രശ്നം. അവസാനം ഇവനെ സമാധാനിപ്പിച്ച് ഞാൻ താഴെയുള്ള കടയിൽ കൊണ്ടുവരുത്തി. അത് കഴിഞ്ഞാൽ ഇവന്റെ അടുത്ത് ഞങ്ങൾ സ്കൂട്ടി എടുത്ത് കടേന്റെ അവിടെ പോയിട്ട് അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചു നമുക്ക് സ്റ്റേഷനിൽ പോകാടാന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ തന്നെ ഇവന് ആളെ കൂളായിട്ട് സംസാരിക്കുന്നത്. കാരണം കുറ്റബോധം അങ്ങനത്തെ യാതൊന്നുമില്ല, വളരെ കൂളായിട്ട് ഇവർ സംസാരിക്കുന്നത്, യാതൊരു പ്രശ്നമില്ല. ഒരു ഇങ്ങനെ ഭയങ്കര ടെററായിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുന്നേയില്ല. സ്വബോധത്തോടെയാണ്. അതായത് ഇവൻ എന്തെങ്കിലും കഴിച്ചിട്ടുള്ളതെന്ന് പോലും സംശയം. എന്ന് വെച്ചാൽ അത്രയും നോർമലായിട്ട് ഇവർ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ പോകാന്ന് പറഞ്ഞപ്പോ ഇവൻ നേരെ ചേട്ടനെ കൊണ്ടുവിടുമെന്ന് വെച്ചു. അതായത് ചേട്ടായി തന്നെ വിളിക്കുന്നുണ്ട്, അത്രയും ഇതായിട്ട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂട്ടി എടുത്ത് കേളന്നുണ്ട്. സ്റ്റേഷന്റെ അവിടെ എത്താനായപ്പോ അവിടുത്തെ കടയില്ല, ലീവറേന്റെ അടുത്തുള്ള കടയിൽ തന്ന് സിഗരറ്റ് വേണം തോന്നുന്നു. അവിടെ നിന്ന് സിഗരറ്റ് മേടിച്ച് ചേട്ടൻ വരണ്ടാന്ന് തോന്നുന്നു. അന്നേരം നടന്നാൽ പോയി ചേട്ടന്റെ അടുത്തേക്ക്. ബംഗളൂരുവിൽ വിദ്യാർത്ഥിയായിരുന്നു ക്രിസ്റ്റി. എന്നാൽ പഠനം പൂർത്തിയാക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവൻ നാട്ടിലേക്കെത്തി. മകൻ ലഹരിക്ക് അടിമയായിരുന്നു എന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്റ്റി അമ്മയെ കൊലപ്പെടുത്തിയത് ലഹരി പുറത്താണെന്നാണ് പോലീസ് പറയുന്നത്. എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് ഈ വീട്ടുകാരാണ്,
അമ്മയെ കഴുത്തറുത്ത് കൊന്ന ശേഷം അവൻ ആ അയൽവാസിയായിട്ടുള്ള നിബുവിനോട് ആവർത്തിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. ഗീതമ്മയുടെ വീടിന് സമീപത്തുള്ള ഒരു വാടക കെട്ടിടത്തിലാണ് ഈ നിബു എന്ന താമസക്കാരനുള്ളത്. മദ്യപിച്ച രീതിയിൽ പലപ്പോഴും ഈ ക്രിസ്റ്റിയെ കണ്ടിട്ടുണ്ടെങ്കിലും മറ്റ് ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളാണോ എന്ന് അറിയില്ല എന്നാണ് നിബു ഉൾപ്പെടെയുള്ള നാട്ടുകാർ പറയുന്നത്. കാരണം എന്തെങ്കിലും പറഞ്ഞോ? എന്നോട് ചോദിച്ചപ്പോ പറയുന്നത് എന്നെ ഇങ്ങനെ ആക്കിയത് എന്റെ വീട്ടുകാരാ, പിന്നെ എന്തിനാ എന്നെ ചോദ്യം ചെയ്യേണ്ട കേസ് ഉണ്ട് അവർക്ക്. ആക്കിയത് മീൻസ് എന്താണ്? ആക്കിയത് അവരാണെന്ന്, അതായത് എന്താ അവൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ അവൻ പറഞ്ഞത് ഇത്ര മാത്രമേ പറയുന്നു, അല്ലാണ്ട് കാരണം എന്താന്ന് ചോദിച്ചൊന്നും ഡ്രഗിന് അടിച്ചാന്നൊക്കെ വാർത്തകൾ കണ്ടു. അതായത് നിലവില് മദ്യം കഴിക്കാറുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ കുറച്ച് ഇതായിട്ട് അടിച്ചിട്ട് കാണാറുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും. പുതിയതായി നിർമ്മിക്കുന്ന ഒരു റിസോർട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തിരക്കിലായതിനാൽ അവൻ്റെ അച്ഛൻ തങ്കച്ചൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഒരു സഹോദരിയുണ്ട്, അവൾ വിവാഹിതയാണ്. ബംഗളൂരുവിൽ BCAക്കായിരുന്നു ക്രിസ്റ്റി പഠിച്ചിരുന്നത്. ഇതാണെങ്കിലും കേരളത്തും താന്നിക്കുന്നിലും ബ്യൂട്ടി പാർലറും ടൈലറിംഗ് ഷോപ്പും ഒക്കെ നടത്തിയിരുന്ന ഗീതമ്മ അങ്ങനെ മകൻ്റെ കത്തിക്ക് ഇരയായി. പേരാവൂർ DYSP ചന്ദ്രമോഹൻ, കേളകം SHO ഇതിഹാസ് താഹ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. യുവതിക്കെതിരെ ലൈംഗിക അതിക്രമം. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ആൾദൈവം പിടിയിൽ. ദുഷ്ടശക്തികൾ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി പീഡനം. മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് സംഭവം. 28-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന പരാതിയിലാണ് സ്വയം പ്രഖ്യാപിത ആൾ ദൈവത്തിനെതിരെ കേസെടുത്തത്. മഹേഷ് ഗിരി എന്ന് വിളിക്കുന്ന മഹേഷ് കാക്കഡെ എന്ന 31-കാരനാണ് ഈ ആൾ ദൈവം. അയാളാണ് പിടിയിലായത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഏപ്രിൽ 29 വരെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കുടുംബ വഴക്ക് പരിഹരിക്കുന്നതിനായിട്ട് 2024 അതായത് 2 വർഷം മുമ്പാണ് ഈ യുവതിയുടെ മാതാപിതാക്കൾ ശ്രീദത്ത ദേവസ്ഥാനം എന്നു പേരുള്ള ഒരു മഠത്തിൽ ഈ യുവതിയെ പ്രവേശിപ്പിക്കുന്നത്. അവിടെ വെച്ചാണ് ഈ മഹേഷ് ഗിരിയെ പരിചയപ്പെടുന്നത്. തനിക്ക് ദിവ്യശക്തിയുണ്ട് എന്നായിരുന്നു മഹേഷ് ഗിരിയുടെ അവകാശവാദം. യുവതിയുടെ എല്ലാ പ്രശ്നങ്ങളും താൻ മാറ്റുമെന്ന് അയാൾ വാഗ്ദാനം ചെയ്യുന്നു. ഇതിനൊക്കെ കാരണം ആഭിചാരമാണെന്നും ഇതിനായി പ്രത്യേക പൂജയൊക്കെ വേണമെന്നും അയാൾ ആ വീട്ടുകാരെയും അവളെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. തനിക്ക് ദൈവിക ശക്തി ഉണ്ടെന്നാണ് ഇയാളുടെ വാദം. മാത്രമല്ല രോഗങ്ങൾ ഉൾപ്പെടെ സുഖപ്പെടുത്താൻ കഴിയുമെന്നൊക്കെ ആ കുടുംബത്തെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രതി യുവതിയുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. പിന്നീട് മെല്ലെ മെല്ലെ അശ്ലീല സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് നാസിക് നഗരത്തിലെ ഒരു ലോഡ്ജിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്തത്. അങ്ങനെയാണ് ആ പരാതിയിൽ പറയുന്നത്. യുവതിയുടെ ചില ദൃശ്യങ്ങൾ ഇയാൾ പകർത്തുകയും ചെയ്തു. പരാതിപ്പെട്ടാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നായിരുന്നു അയാളുടെ ഭീഷണി. ആ ഭീഷണിയിൽ അവൾ അല്പം ഭയപ്പെടുകയും ചെയ്തു. അവൾ നേരിട്ട ആ പീഡനങ്ങളെക്കുറിച്ച് ആ യുവതി ഒരിക്കലും ആരോടും പുറത്തു പറഞ്ഞിരുന്നുമില്ല. എന്നാൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന സമിതിയിലെ ചില പ്രവർത്തകർ അവർക്ക് ഇത് സംബന്ധിച്ച് ചില വിവരങ്ങൾ ലഭിക്കുകയാണ്. അങ്ങനെയാണ് അവർ യുവതിയുമായി സംസാരിക്കുന്നത്. ആ ANS പ്രവർത്തകരുടെ തുടർച്ചയായിട്ടുള്ള സംസാരം, അവരുടെ കൗൺസിലിംഗ്, ഇതിനൊക്കെ തുടർന്നാണ് പരാതി നൽകാൻ അവൾ തയ്യാറാവുന്നത്. അങ്ങനെ ബലാത്സംഗ കുറ്റത്തിന് പുറമെ മഹാരാഷ്ട്രയിലെ അന്ധവിശ്വാസ വിരുദ്ധ നിയമപ്രകാരവും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്.
ഇനി നമ്മൾ പോകുന്നത് ഇൻഡോറിലേക്കാണ്. ഇൻഡോറിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഘം പിടിയിലായി. കിഡ്നാപ്പിംഗ് സംഘം ആവശ്യപ്പെട്ടത് 15 ലക്ഷം രൂപ. പക്ഷേ 7 മണിക്കൂറിനുള്ളിൽ കിഡ്നാപ്പർമാരെ തൂക്കി പോലീസ്. രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ 4 പേരാണ് ആ കിഡ്നാപ്പിംഗ് സംഘത്തിലുണ്ടായിരുന്നത്. അവരാണ് പിടിയിലായത്. 11ഉം 10ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾ. അവരെയാണ് ഈ ടീം കടത്തിക്കൊണ്ടുപോയത്. ഓമനത്വമുള്ള വളർത്തുമൃഗങ്ങളെ, പെറ്റ്സിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ കാണിച്ചു തരാം, അതിൽ നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ, ഇതൊക്കെ പറഞ്ഞായിരുന്നു അവരെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. വിനീത് പ്രജാപതി 22 വയസ്സ്, രാധിക പ്രജാപതി 19 വയസ്സ്, ലളിത് സെൻ 21 വയസ്സ്, തനിഷ സെൻ 20 വയസ്സ്. ഇവരായിരുന്നു ആ കിഡ്നാപ്പർമാർ. വിനീതും രാധികയും സഹോദരങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത്. ലളിതും തനിഷയും ദമ്പതികളും. ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു പാർക്ക്, ആ പാർക്കിലേക്ക് ലളിതും തനിഷയും എത്തുകയായിരുന്നു. അതിനുശേഷം വളരെ പ്ലാൻഡായി അവരുടെ അടുത്തേക്ക് എത്തുന്നു. അവർക്ക് ഫോണിൽ ഈ പെറ്റ്സിൻ്റെ ചിത്രങ്ങൾ, മനോഹരമായിട്ടുള്ള പൂച്ചകളുടെയും നായ്ക്കളുടെയും ഒക്കെ ചിത്രങ്ങൾ കാണിച്ചു നൽകി അവരെ പ്രലോഭിപ്പിക്കുന്നു. അങ്ങനെ അത് വിശ്വസിച്ചാണ് ആ കുട്ടികൾ ഒപ്പം പോയതെന്ന് പോലീസ്. इसमें कल शाम का पूरा घटनाक्रम है और इसमें कल शाम को जब 2 बच्चे तिरुपति गार्डन एरिया है थाना पलासिया क्षेत्र का, वहाँ पे जब वो खेल रहे थे तो वहाँ पे एक महिला द्वारा उनको ये कहते हुए कि चलो तुमको जो है तुम्हारे पसंद के जो पेट एनिमल्स होते हैं वो हम दिखा देते हैं, जो तुमको पसंद आए ले लेना। वहाँ से उनको मूवमेंट उनका कराया और उसके पश्चात थोड़ी दूर जाने के पश्चात एक कैब हायर करके और उनको शहर के आउटर एरिया में ये महिला ले गई। ये 2 दिन पहले भी इस तरह का प्रयास करके और बच्चों को ले जाके पेट एनिमल्स की फ़ोटो दिखाई गई थी 2 व्यक्तियों द्वारा, एक महिला और एक पुरुष द्वारा। और ये बात बच्चों ने अपने परिवारजनों से शेयर नहीं की थी। उसके पश्चात कल जब ये बच्चे इनके उसमें आ गए, नियंत्रण में आ गए। വാട്സപ്പിലൂടെയാണ് ഈ 2 കുട്ടികളുടെയും വീട്ടുകാരെ ഈ സംഘം ബന്ധപ്പെടുന്നത്. പിന്നീട് സുരക്ഷിതരായ കുട്ടികളെ വിട്ട് നൽകണമെങ്കിൽ 15 ലക്ഷം രൂപ വേണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. 11 മണിക്കുള്ളിൽ ആ തുക എത്തിച്ചില്ല എങ്കിൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി. 7 ലക്ഷം രൂപ ആ കുട്ടികളുടെ വീട്ടുകാർ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്താണെങ്കിലും പോലീസ് അവിടെ അന്വേഷണം വളരെ കാര്യക്ഷമമായി നടത്തിയെന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഈ കുട്ടികളെ ഇവർ നടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പോലീസിന് കിട്ടി. അങ്ങനെ പോലീസ് അന്വേഷിച്ച് പ്രതികൾ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തേക്കെത്തി. രാജേന്ദ്ര നഗറിലെ ഒരു ബഹുനില കെട്ടിടത്തിലായിരുന്നു സംഘമുള്ളതെന്ന് മനസ്സിലാക്കി. ആ സ്ഥലം മനസ്സിലാക്കിയ ശേഷം കൂടുതൽ സേനയെ എത്തിച്ച് ആ കെട്ടിടം തന്നെ വളഞ്ഞു. ഭയന്നുപോയി ആ കിഡ്നാപ്പർമാർ. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ പിടിയിലായി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരുന്നില്ല അവർ 4 പേരും. പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു പാഴ്ബുദ്ധിയിലാണ് അവർ ആ കിഡ്നാപ്പിംഗ് നടത്തിയത് എന്നാണ് പോലീസും കരുതുന്നത്. ഇ-കൊമേഴ്സ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് രാധികയും തനിഷയും. ലളിത് ഒരു ഡ്രൈവറാണ്. 4-മൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലും. എന്താണെങ്കിലും തട്ടിക്കൊണ്ടുപോയവർ ഒരിക്കൽ പോലും അവരെ ഉപദ്രവിച്ചിരുന്നില്ല എന്ന് ആ കുട്ടികളും പറയുന്നുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്തി ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് വിശ്വസിക്കുന്നു, അവകാശപ്പെടുന്നു ഇൻഡോർ പോലീസ്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കാസർഗോഡ് ശൈശവ വിവാഹം നടന്നുവെന്ന് പരാതി. 16-കാരിയെ 28-കാരൻ വിവാഹം ചെയ്തു. ഉസ്താദ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസ്.
ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നിയമം ലംഘിച്ച് ശൈശവ വിവാഹം നടത്തിയതായി പരാതി ഉയരുന്നത്. വലിയപറമ്പ് പഞ്ചായത്തിലെ 16-കാരിയെ പടന്ന പഞ്ചായത്തിലെ പ്രവാസിയായിട്ടുള്ള ഒരു 28-കാരൻ വിവാഹം ചെയ്തു എന്നാണ് ഈ പരാതി. ഏപ്രിൽ 13-ന് പടന്ന എടച്ചാക്കെ അഴീക്കൽ ജുമാ മസ്ജിദിലാണ് ഈ ശൈശവ വിവാഹം നടന്നത്. കുടുംബാംഗങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും ജുമാ മസ്ജിദിലെ പ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരുന്നു ആ ചടങ്ങ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പടന്ന പഞ്ചായത്ത് സ്വദേശി ആണ് ആ പ്രവാസിയായിട്ടുള്ള വരൻ ഉള്ള പേര് ബദർ നഗറിൽ ഷാബിർ ഷെയ്ഖ് എന്നാണ്. പെൺകുട്ടിയുടെ പിതാവ് പടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പറും എടച്ചാക്കെ അഴീക്കൽ ജുമാ മസ്ജിദ് സെക്രട്ടറിയുമായിട്ടുള്ള PK താജുദ്ദീൻ, ജുമാ മസ്ജിദിലെ ഉസ്താദ് റഹ്മത്തുള്ള എന്നിവർക്കെതിരെയും ഒപ്പം വരനെതിരെയും ചന്ദേര പോലീസ് കേസെടുത്തു. അതേസമയം വിവാഹവുമായി ബന്ധപ്പെട്ട് ജുമാ മസ്ജിദിൽ രേഖകൾ ഇല്ല എന്നും ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നുമൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ ശൈശവ വിവാഹത്തെക്കുറിച്ച് പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ നേരത്തെ പോലീസിൽ വിവരം നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. എന്താണെങ്കിലും സംഭവത്തിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമമുണ്ടെന്നും സമഗ്ര അന്വേഷണത്തിന് പോലീസ് സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടാണ് അഭിഭാഷകനായിട്ടുള്ള കുളത്തൂർ ജയ്സിംഗ് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. അങ്ങനെയാണ് ഈ പരാതി വീണ്ടും ഉയർന്നു പോകുന്നത്. ഈ പെൺകുട്ടിയുടെ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തതിനാൽ പ്രദേശത്തെ മഹല്ല് കമ്മിറ്റി വിവാഹം നടത്താൻ ആദ്യം അനുമതി നൽകിയിരുന്നില്ല. തുടർന്നാണ് വരന്റെ നാട്ടിൽ വിവാഹം നടത്തിയത്. 2006 ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം ശിക്ഷാർഹമാണ് ഈ കുറ്റമാണത്. ജനപ്രതിനിധി ഉൾപ്പെടെ ശൈശവ വിവാഹത്തിന് കൂട്ടുനിന്ന സംഭവത്തിൽ വലിയ ഗൗരവമുണ്ട് നിസ്സംശയം. എന്നാണെങ്കിലും ഏപ്രിൽ 13-ന് ഉസ്താദിന്റെ കാർമ്മികത്വത്തിലായിരുന്നു വിവാഹ ചടങ്ങ് നടന്നത്. ശൈശവ വിവാഹത്തിന് പള്ളി കമ്മിറ്റി ഒത്താശ ചെയ്തു കൊടുത്തുവെന്ന നാട്ടുകാർ കാസർഗോഡ് ചൈൽഡ് ലൈനിൽ പരാതിപ്പെടുകയായിരുന്നു. പരാതിയെ തുടർന്ന് ആദ്യം ചൈൽഡ് ലൈൻ അധികൃതർ പ്രാഥമിക പരിശോധന നടത്തി ശിശുവികസന വകുപ്പിൽ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. സംഭവത്തിൽ അന്വേഷണം നടത്തി ബാലവിവാഹ നിരോധന ഓഫീസർ പെൺകുട്ടിയുടെ വിവാഹം നടത്തിയതായി കണ്ടെത്തുകയും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ. തവണ സമയോടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും തിങ്കളാഴ്ച കാണാം 20 മണിക്കൂർ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.